അതെ, നിലമ്പൂർ ഇലക്ഷൻ ഞാൻ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമാണ്. ഇലക്ഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ എന്തിനാണ് രാജിവെച്ചത്? കേരളത്തിലെ ജനം പിണറായിക്കെതിരാണ്, പിണറായിസത്തിനെതിരാണ് എന്ന വസ്തുത കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. മൂന്നാമതും LDF അധികാരത്തിൽ വരുമെന്ന ഒരു ക്രിയേറ്റിവിറ്റി, ഒരു നരേഷന് വേണ്ടിയിട്ട് പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്തുത അതല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയാണ് രാജിവെച്ചത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരാതിരിക്കുക, നടത്താതിരിക്കുക എന്നുള്ളത് പിണറായിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആവശ്യമാണ്. അതിന് സഹായകമായ നിലപാട് BJP RSS സ്വീകരിക്കും. അന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ആ പറഞ്ഞതിലേക്ക്, ഞാനന്ന് സൂചന പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നീളുന്നത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ നാഷണൽ ഇലക്ഷൻ കമ്മീഷന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, എന്താണ് പരിപാടിയെന്ന് ചോദിച്ചിട്ട്. ഇതുവരെ റിപ്ലൈ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ വെക്കേഷനിലാണ്. ഈ 22-ാം തീയതി റീഓപ്പൺ ചെയ്യും. 25-ാം തീയതിക്കകം കോടതിയെ സമീപിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിലപാട്, എന്താണ് നിലപാട്, ഇലക്ഷൻ നടത്തണമെന്ന ആവശ്യകത കോടതിയിൽ ഉന്നയിക്കും. അല്ല, അതൊരു വസ്തുതയാണ്. കേരളത്തിൽ മുഴുവൻ അങ്ങനെയാണല്ലോ. ഒരാൾ മരണപ്പെടുമ്പോഴാണ് ഇവർ ആക്ട് ചെയ്യുക. അതിൻ്റെ മുമ്പില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ പറയുന്ന അടക്കാക്കുണ്ട്, കാളിയാവ് പ്രദേശങ്ങളിൽ പല സ്ഥലത്തും ഈ കടുവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചാനലുകളിൽ തന്നെ ചിലതൊക്കെ അന്ന് പുറത്ത് വിട്ടിട്ടുണ്ട്. ഒരു അനക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നുണ്ടായില്ല. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അപ്പോൾ അവർ കൂടും, ഡോക്ടറെയും എഞ്ചിനീയറിംഗ് പോലീസൊക്കെ ആയിട്ട് വരും. അതിലപ്പുറം മനുഷ്യന്മാർക്ക് ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു ഘട്ടം വരാതിരിക്കാനുള്ള ഒരു നിലപാടും ഈ ഗവൺമെൻറ് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, നാളെയും ഉണ്ടാകില്ല. കേരളത്തിൽ മരിച്ചു വീഴുന്നവന് മരിച്ചു വീഴട്ടെ, അതിന് 5 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കാത്തിരിക്കുകയാണ്. മരിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ പൊതുവിഷയമാണ്. മാത്രമല്ല, ഇപ്പോൾ കാർഷിക മേഖല, ഇപ്പോൾ നമുക്കറിയാം, കാർഷിക മേഖല മുഴുവൻ എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്. ആകെ ജനം പിടിച്ചു നിൽക്കുന്നത് റബ്ബർ കൊണ്ടാണ്. ആ റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഈ റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. കാരണം അതിരാവിലെ ഈ റബ്ബർ തോട്ടങ്ങളിലേക്ക് പോകാൻ തൊഴിലാളികൾക്ക് ജീവൻ കളഞ്ഞ ആരെങ്കിലും പോവുമോ? ആകെ പോയാൽ കിട്ടാനൊരു 500 രൂപയാണ്. ഇന്നലെ 500 രൂപ തൊഴിലിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട നൗഷാദ് ഇന്നലെ ഗഫൂർ ഇന്നലെ മരണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ നിത്യജീവിതത്തെ കൂടി ബാധിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് നിസ്സഹായരായി നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു. മുന്നോടിയായി തന്നെ മുന്നണി പ്രവേശനം എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച കാര്യമാണ്. അതിൽ തുടർ ചർച്ചകൾ എന്തായി? അല്ല, തുടർ ചർച്ച ഞാൻ അറിയാലോ. ഞാൻ സുഖമില്ലാതായി. അന്നത്തെ 2-ാം തീയതി നടന്ന UDF യോഗത്തിൽ UDF ചെയർമാൻ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട VD സതീശനെയുള്ള ചുമതലപ്പെടുത്തിയിരിക്കും. അടുത്ത ദിവസം ഞങ്ങൾ സംസാരിക്കും. അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലൊന്നും ഒരു മങ്ങലേൽക്കില്ല. അങ്ങനെ മങ്ങലേറ്റിട്ട് അങ്ങനെ ഭരണം പിടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് പറയുന്നത്, നമ്മളൊക്കെ കോൺഗ്രസ് ആയിരുന്നല്ലോ. കോൺഗ്രസ് ഒരു ലൂസുള്ള ഷർട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് എപ്പോഴും ഫ്ലെക്സിബിളാണ്. അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇവിടെ പിണറായിക്കെതിരെ മൂക്കുന്ന് ചൂള വിട്ടാൽ പിറ്റേന്ന് പാർട്ടിയിൽ നിന്ന് അവനെ കയ്യും കാലും വെട്ടുന്ന ഏർപ്പാടൊന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അവസാനം കോൺഗ്രസ് ഒന്നായിരിക്കും. അതിനാരും പാത്രം വെച്ചിട്ട് വല്ലതും കിട്ടും വെച്ച് കാത്തിരിക്കണ്ട. അത് കോൺഗ്രസ് അങ്ങനെയാണ് അന്ന് മുതലേ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പറയുന്ന നെഹ്റുവും ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ തമ്മിലുണ്ടായിരുന്നു. എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. യോജിക്കേണ്ട ഘട്ടത്തിൽ യോജിക്കും, അത്രേ ഉള്ളൂ.